അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നന്മകളുടെ മാത്രം ഉത്സവകാലമായ വിശ്വാസികളുടെ ഹൃദയത്തിൽ സൽക്കർമ്മങ്ങളുടെ നല്ല വിചാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുണ്യ റമളാനിൻ്റെ അനുഗ്രഹീതമായ രാപ്പകലുകൾ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളും നമ്മുടെ ഹൃദയത്തെ കൂടുതൽ തരളിതമാക്കുകയാണ്. നമ്മുടെ സന്തോഷം നല്ല ശീലങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മോഹങ്ങളിലുമാണ്. നമ്മളുടെ മോഹഭംഗമാവട്ടെ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിലാണ്. ഇന്നത്തെ ഈ സംസാരം സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട, പുരുഷന്മാർ പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ സ്ത്രീകൾ, ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ, അവരോട് ഭർത്താവിൻ്റെ പെരുമാറ്റം, അതിൻ്റെ മഹത്വം, അതിന് ലഭ്യമാകുന്ന ചില പ്രതിഫലം. അല്ലാഹു തമ്പുരാൻ അളവറ്റ അനുഗ്രഹമാണ് ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിലൂടെ ഒരാൾക്ക് നൽകുന്നത്. ഒരുപക്ഷേ കരുതിയതിനപ്പുറം, വിചാരങ്ങൾക്കപ്പുറം അല്ലാഹു തആല ഹൃദയത്തിന് സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന ഒരു പെൺകുട്ടിയെയായിരിക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാവുന്നത്. ആ മനസ്സാണ് ഒരു കുടുംബത്തെ വിജയിപ്പിക്കുന്നത്. ആ വിചാരമാണ് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ഒന്നുകൂടി ശക്തിയാക്കി നിലനിർത്തുന്നത്. ഭാര്യയും ഭർത്താവും ആ പദങ്ങളുടെ അർത്ഥം ദ്യോതിപ്പിക്കുന്നത് പോലെയല്ലല്ലോ ജീവിക്കേണ്ടത്. ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ എന്നും ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ എന്നുമാണ്. അല്ല, ഭർത്താവും ഭാര്യയും പരസ്പരം പങ്കുവെക്കുന്നവരാണ്, സ്നേഹം പങ്കുവെക്കുന്നവരാണ്, സന്തോഷം പങ്കിടുന്നവരാണ്, ദുഃഖം പരസ്പരം അറിയിക്കുന്നവരാണ്, ഹൃദയവും ശരീരവും ഒന്നിച്ച് ചേർക്കുന്നവരാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമേ അവരുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഉണ്ടാവുകയുള്ളൂ. ഇത് മനുഷ്യന് ആവശ്യമാണ് എന്ന് അല്ലാഹു തആല പ്രഥമമായി തന്നെ തീരുമാനിച്ചിരുന്നു. അത് ലോകത്തെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായിട്ട്. പ്രഥമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒരു കുറവും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം സമൃദ്ധം, എല്ലാം സന്തോഷം, ആഹ്ലാദഭരിതം, സന്തോഷ നിർഭരം. പാലിൻ്റെയും തേനിൻ്റെയും നദികൾ, ഫലവർഗ്ഗങ്ങൾ, സുഭിക്ഷമായ ആഹാരങ്ങൾ, പാനീയങ്ങൾ. പക്ഷേ എന്തിൻ്റെയോ ഒരു കുറവ് അവിടെ നിഴലിച്ചു നിന്നിരുന്നു. ചരിത്രം പറയുന്നത് ആദം അലൈഹിസ്സലാം ഉറങ്ങുന്ന സമയത്ത് ആദം അലൈഹിസ്സലാമിൻ്റെ ഇടത്തെ വാരിയലിൻ്റെ വളഞ്ഞ വാരിയലിൽ നിന്ന്, ഒരറ്റത്തെ വാരിയലിൽ നിന്ന് ആദ്യത്തെ സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. ഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. പുരുഷനായ ആദം നബിയിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത് ഖുർആൻ പറയുന്നു. ഞെട്ടിയുണർന്ന ആദം നബി അലൈഹിസ്സലാം കാണുന്നത് സ്ത്രീയെയാണ്. സ്വാഭാവികമായി ആകർഷണമുണ്ടായി, പിടിക്കാനാഞ്ഞു. പക്ഷേ അല്ലാഹു തആല വിലക്കി. വൈവാഹിക ബന്ധത്തിൻ്റെ പ്രഥമമായ ഉദ്ഘാടനമായിരുന്നു അവിടെ നിർവഹിക്കപ്പെട്ടത്. അതിലൂടെ സദാചാരമുണ്ടാകൂ, അതിലൂടെ സന്മാർഗനിഷ്ഠമായ ജീവിതമുണ്ടാകൂ എന്നായിരുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം. ഭാര്യ ഭർത്താക്കന്മാരായി, സന്താനങ്ങളുണ്ടായി. കാലങ്ങളോളം ഈ രീതിയിൽ തന്നെയാണ് ലോകത്ത് ബന്ധങ്ങളുണ്ടായത്, സന്താനങ്ങളുണ്ടായത്, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പുണ്ടായത്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹിതമായ ജീവിതം
എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങളും നമുക്ക് മാതൃക നൽകുന്നത് പോലെ തന്നെ ഒരു ഉത്തമനായ ഭർത്താവിൽ മുഹമ്മദ് നബി തിരുമേനിയെപ്പോലെ മാതൃകായോഗ്യനായ മറ്റൊരാളില്ല. ഉത്തമനായ ഒരു ഭർത്താവ്, ഖദീജ ബീവിയുടെ ഭർത്താവ്, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, ഭാര്യയുടെ ഓർമ്മകളിൽ വിങ്ങുന്ന ഭർത്താവ്. മക്കയിലെ കാലഘട്ടത്തിൽ തന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന അവിടുത്തെ പ്രഥമ പ്രിയതമ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തി. സുന്ദരിയും സുമുഖിയുമായ ആയിഷ ബീവിയുണ്ട്, മറ്റു ഭാര്യമാരെല്ലാമുണ്ട്. പക്ഷേ ഇടക്കിടക്ക് അവിടുന്ന് ഭാര്യയായ ഖദീജയെ ഓർക്കും. അതാണ് സ്നേഹം. അതാണ് എപ്പോഴും ഹൃദയത്തിൽ ഒരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്ന ഭർത്താവിൻ്റെ സദാചാരനിഷ്ഠമായ ചാരിതാർത്ഥ്യത്തിൻ്റെ ഉന്നതമായ ദർശനം, ചാരിത്രശുദ്ധിയുടെ ഉന്നതമായ പാഠം. അങ്ങനെയായിരുന്നു നബി. എപ്പോഴും ഖദീജ ബീവിയെക്കുറിച്ച് സംസാരിക്കും. ആടിനെയൊക്കെ അറുക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസളമായ ഭാഗങ്ങൾ ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കും. ഖദീജയുടെ സഹോദരി വീട്ടിൽ വന്ന് കയറുന്ന സമയത്തും ഖദീജയെ പലപ്പോഴും അവിടുന്ന് ഓർക്കാറുണ്ടായിരുന്നു. ആയിഷ ബീവി പലപ്പോഴും കുണ്ഠിതയായി ചോദിക്കും, സുന്ദരിയായ യുവതിയായ ഞാനില്ലേ, പിന്നെ എന്തിനാണ് മക്കയിലെ വൃദ്ധകളിൽപ്പെട്ട ആ സ്ത്രീയെ അങ്ങിങ്ങനെ ഇടക്കിടക്ക് ഓർക്കുന്നത് എന്ന്. ആയിഷ ബീവിയോട് അതിന് പ്രത്യുത്തരം നൽകിയിരുന്നത്, ആയിഷ, ഖദീജയുടെ സ്വഭാവം ഉത്കൃഷ്ടമായിരുന്നു. ഖദീജ നല്ല ഒരു സ്ത്രീയായിരുന്നു, അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നു പറഞ്ഞ് അവരെ പ്രശംസിച്ചുകൊണ്ട് പ്രവാചകർ കൂട്ടിച്ചേർക്കും, ഖദീജയാണ് എനിക്ക് മക്കളെ നൽകിയത്, 6 മക്കളെ. ഖദീജയാണ് എന്നെ സമ്പത്ത് കൊണ്ട് സംരക്ഷിച്ചത്. പണമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ധനം നൽകി മുഹമ്മദ് നബിയെ സംരക്ഷിച്ചത് ഖദീജ ബീവിയായിരുന്നു. ഇങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ ഉത്തമനായ ഒരു ഭർത്താവായി മാതൃകകൾ സമ്മാനിച്ചയാളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്നേഹത്തിൻ്റെ നിറകുടമായി എല്ലാ ഭാര്യമാർക്കും നബി തിരുമേനി അനുഭവപ്പെടുകയുണ്ടായി. വീട്ടിലേക്ക് പ്രവാചകരെത്തിയാൽ വീട്ടുജോലികളിൽ എല്ലാ ഭാര്യമാരെയും സഹായിക്കുന്ന സ്വഭാവം നബിക്കുണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരെയും സഹായിക്കും. ആയിഷ ബീവി പറയുന്നു, നബി തൻ്റെ ചെരുപ്പ് സ്വയം തുന്നും, നബി തൻ്റെ വീട് അടിച്ച് വൃത്തിയാക്കും. നബി തിരുമേനി ഭാര്യ ഇറച്ചി മുറിക്കുകയാണെങ്കിൽ ആ ഇറച്ചി മുറിക്കാൻ സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം പാചകം ചെയ്യാൻ ഭാര്യയെ സഹായിക്കും. എല്ലാ വീട്ടുജോലികളിലും ഭാര്യക്കൊപ്പം നിന്ന് പണിയെടുത്തിരുന്ന ഒരു നബിയായ ഭർത്താവായ നബിയെ നമുക്ക് മുഹമ്മദുർ റസൂൽ എന്ന മാതൃകാ ഭർത്താവിൽ ദർശിക്കുവാൻ സാധിക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഭർത്താവ് ഒരിക്കലും അവൻ്റെ ധാർഷ്ട്യവും അവൻ്റെ അഹന്തയും അവൻ്റെ മാനസികമായ വളർച്ചയും പ്രകടിപ്പിക്കേണ്ട ഒരിടമല്ല വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ. പിന്നെയോ ഒരു കുട്ടിയെപ്പോലെ തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഭാര്യയുടെ വീഴ്ചകളിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരിക്കണം ഒരു ഉത്തമനായ ഭർത്താവ് എന്നാണ് ഇസ്ലാമിൻ്റെ 2ാം ഖലീഫ കൂടിയായ, ദേഷ്യത്തിൻ്റെ പരകോടി കൊണ്ട് പലപ്പോഴും പലരെയും വിറപ്പിച്ച ചരിത്രപുരുഷൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ സംബന്ധിച്ച്, അവൾ തന്നെ അനുസരിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഖലീഫയോട് ആവലാതി ബോധിപ്പിക്കാൻ വരുമ്പോഴുണ്ട് ഖലീഫയുടെ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭാര്യ ചീത്ത പറയുന്നു. വരുന്നയാൾ കരുതി, ഹോ, ഇതൊരു വല്ലാത്ത കഷ്ടമാണല്ലോ, ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം അമീറുൽ മുഅ്മിനീനോട് പറയാൻ വരുമ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടിലാണോ അമീറുൽ മുഅ്മിനീൻ? അതുകൊണ്ട് ഇത് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇത് അദ്ദേഹം കണ്ടു, ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ആ മനുഷ്യനെ അടുക്കലേക്ക് വിളിച്ചു.
എന്താ വന്നത്? കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ല, അത് അങ്ങയോട് പരാതി പറയാൻ വന്നപ്പോൾ അങ്ങയുടെ ഭാര്യ അങ്ങയെ ചീത്ത പറയുന്നതാണ് ഞാൻ കേട്ടത്. ഭാര്യ ചീത്ത പറയണമെന്നല്ലതിൻ്റെ അർത്ഥം. അതേസമയത്ത് അതിനോട് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, അവൾ എന്നെ സഹായിക്കുന്നവളല്ലേ, അവൾ എനിക്ക് പത്തിരി ഉണ്ടാക്കി തരുന്നവളല്ലേ, അവൾ എൻ്റെ വസ്ത്രം അലക്കുന്നവളല്ലേ, അവൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നവളല്ലേ, വ്യഭിചാരമടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നവളല്ലേ, പിന്നെ അവൾ എന്നോട് പറയുന്നതിനെ എങ്ങനെയാണ് ഞാൻ അതിനെ വിമർശിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും അവകാശങ്ങൾ, അവരുടെ മാനസികാവസ്ഥകൾ പുരുഷന്മാർ വകവെച്ച് കൊടുക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പ്രവാചകർ അവിടുത്തെ തിരുവചനങ്ങളിൽ പലപ്പോഴും ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങളെല്ലാവരും സ്ത്രീകളോട് നല്ല സൽസ്വഭാവത്തിൽ വർത്തിക്കണം. അവർക്ക് ചില വളഞ്ഞ സ്വഭാവങ്ങളുണ്ടാകും അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ വാശികളിൽ. കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടത് വാരിയല്ലിൽ നിന്നാണ്. വാരിയല്ലിൽ നിന്ന് വളഞ്ഞത് ഇടത്തെ വാരിയല്ലാണ്. ആ വാരിയല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് കാരണം അവരുടെ സ്വഭാവത്തിൽ ഒരു അല്പം വളവുണ്ടാവും. നിങ്ങളത് നേരാക്കാൻ പോയാൽ വാരിയല്ല് പൊട്ടിപ്പോവും. നിങ്ങളത് അങ്ങനെ നിന്നാലോ അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രവാചകർ പറയുന്നു വീണ്ടും, നിങ്ങൾ അവരോട് ഗുണപരമായിട്ട് വർത്തിക്കണം, നല്ല രീതിയിൽ വർത്തിക്കണം. അവിടുത്തെ സംസാരങ്ങൾ അങ്ങനെയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരോട് നന്നായിട്ട് പെരുമാറുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഞാൻ എൻ്റെ കുടുംബത്തോട്, എൻ്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. നബിയുടെ സ്വഭാവം നിങ്ങൾ നോക്കണം. ഭാര്യയായ ആയിഷ ബീവിയോട് കൂടെ ഓട്ട മത്സരം നടത്തുമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി ചെറിയ പെൺകുട്ടിയാണ്. ആയിഷ ബീവി 1-ാം സ്ഥാനത്തെത്തി. കുറേ കാലം കഴിഞ്ഞു, ഭാര്യയുടെ കൂടെ കളിക്കുന്നു, ആയിഷ ബീവിയുടെ കൂടെ ഓടിയിട്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അതിൽ വിജയിച്ചത്. കാരണം ആയിഷ ബീവി തടിയൊക്കെ കുറച്ച് കൂടി, ഓടാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ പ്രവാചകർ ഓട്ടത്തിൽ 1-ാം സ്ഥാനത്തെത്തി. ഹാദിഹി ബിത്തിൽക, നാളെന്നെ പരാജയപ്പെടുത്തിയില്ലേ, അതിനു പകരമാണിത് എന്ന് പറഞ്ഞു. സ്നേഹം കൊണ്ട് ആയിഷ ബീവിയെ കയ്യിലെടുത്തിരുന്നു. ആയിഷ ബീവി വെള്ളം കുടിച്ചാൽ ആ കുടിച്ച ചുണ്ട് തട്ടിയ ഭാഗത്ത് പ്രവാചകർ തൻ്റെ ചുണ്ടുകൾ വെക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു പഴം കഴിച്ചാൽ അവിടുത്തെ ആ ചുണ്ടുകളും പല്ലുകളും സ്പർശിച്ചിടത്ത് പ്രവാചകർ തൻ്റെ ചുണ്ടുകൾ വെച്ച് ആ സ്നേഹം പങ്കുവെക്കും. പലപ്പോഴും ആയിഷ ബീവി പലപ്പോഴും നബിയോട് പരുഷമായിട്ട് പെരുമാറും. പക്ഷേ നബി അത് ക്ഷമിക്കും, ആയിഷ ബീവിയെ ഉപദേശിക്കും. അതെന്താ? നിസ്സാരമായ തെറ്റുകൾക്ക് മേലിൽ വേണ്ടി ഭാര്യയെ അടിക്കുന്ന, തൊഴിക്കുന്ന, പിണങ്ങുന്ന, ഒഴിവാക്കുന്ന ഒരു രീതി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അവരോട് കാരുണ്യം കാണിക്കണം. അങ്ങനെ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. വേറെ ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാത്രം നബിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്ത് പതങ്ങ് വാങ്ങിയിട്ട് പൊട്ടിച്ചു കളഞ്ഞു. നബി ഒന്നും മിണ്ടിയില്ല. ആയിഷയുടെ ഒരു വിദ്വേഷം, ദേഷ്യം, അതിന് തിരിച്ച് പ്രതികരിക്കുകയല്ല. ആ പാത്രത്തിൻ്റെ ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ കൂട്ടിയിട്ട് അവസാനം മറ്റൊരു പാത്രം വാങ്ങിച്ചിട്ട് തനിക്ക് കൊടുത്തയച്ച ഭാര്യയ്ക്ക് തിരിച്ചു കൊടുത്തയച്ച സൽസ്വഭാവിയായിരുന്നു പ്രവാചകൻ. ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ ഗുണം അല്ലാഹു തആല പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളെപ്പോഴും നന്മയെ അടിസ്ഥാനമാക്കിയിട്ടാവണം നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറേണ്ടത്. വആശിറൂഹുന്ന, നിങ്ങളവരോട് പെരുമാറണം ബിൽ മഅറൂഫി, നന്മയെ അടിസ്ഥാനമാക്കി. അതായിരിക്കണം ഒരു ഭർത്താവ്, ഉത്തമനായ ഭർത്താവ്. ഹുന്ന ലിബാസുൻ ലക്കും, ആ സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്. നിങ്ങളുടെ എല്ലാ ഹറാമായ വിചാരങ്ങളെയും കാക്കുന്ന നിങ്ങളുടെ വസ്ത്രം. വ അൻതും ലിബാസുൻ ലഹുൻ, നിങ്ങൾ അവരുടെ വസ്ത്രവുമാണ്.
ഇതായിരിക്കണം നമ്മുടെ കുടുംബജീവിതം. ഇങ്ങനെ ഭാര്യയോട് മോശമായി പെരുമാറുന്നവർ, അടിക്കുന്നവർ, അവരുടെ അവകാശങ്ങൾ നൽകാത്തവർ, ലഖിയല്ലാഹ് വഹുവ അലൈഹി ഗൾബാൻ, അല്ലാഹു തആല അവരെ കണ്ടുമുട്ടുന്നത് കോപിഷ്ഠനായിരിക്കും എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇങ്ങനെ നബിയുടെ ജീവിതത്തെ മാതൃകയാക്കി ഉത്തമനായ ഒരു ഭർത്താവാകാൻ നമുക്ക് സാധ്യമാവുമെങ്കിൽ നാം ഏറ്റവും ഉത്കൃഷ്ടമായ വഴിയിലേക്ക് അല്ലാഹു തആല നമ്മെ ഉയർത്തും. നാം ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ഭാര്യയെ അള്ളാഹുവിൻ്റെ വഴിയിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്നതാണ്. അവരുടെ ഓരോ കാര്യങ്ങളിലും, ഉദാഹരണം അവരുടെ നിസ്കാര കാര്യങ്ങൾ, അവരുടെ നോമ്പ്, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, ഇതിലൊക്കെ നമ്മുടെ ഒരു നോട്ടമുണ്ടാവണം, നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവണം. നമ്മുടെ നോട്ടവും ശ്രദ്ധയും അതിൽ വഴിതെറ്റിപ്പോയാൽ തീർച്ചയായും നമ്മെ സഹായിക്കാത്തവരും നമ്മെ സ്നേഹിക്കാത്തവരുമായിട്ട് അവർ മാറും. തന്നെയുമല്ല, അല്ലാഹു തആല ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വളരെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ, നിങ്ങളുടെ മക്കൾക്കിടയിൽ, നിങ്ങൾക്കിടയിൽ ശത്രുക്കളുണ്ട്. ഭൗതികമായ ശത്രു എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന, നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴി തെളിയിച്ചു തരാത്ത ഒരുപാട് മക്കളും ഭാര്യമാരും നിങ്ങൾക്കിടയിലുണ്ടാകും. ഫഹ്ദറൂഹും, നിങ്ങളവരെ സൂക്ഷിക്കണം. അവരെ നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കണം, നിങ്ങളെ അവർ നരകത്തിലേക്ക് എത്തിക്കരുത് എന്ന സന്ദേശമാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയത്. പ്രത്യേകിച്ച് എല്ലാ നിസ്കാര കാര്യങ്ങളിലും, ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ നിസ്കരിക്കുന്നവരുണ്ടാകും, ചെറുപ്പക്കാരായ യുവാക്കൾ ഭാര്യയെ കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് നിസ്കാരം നിർവഹിക്കുക. അതിലപ്പുറം സന്തോഷം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഭർത്താവ് ഇമാമ് നിൽക്കട്ടെ, ഭാര്യ കൂടെ തുടരുന്നവളാകട്ടെ, ദീനിൻ്റെ കാര്യത്തിൽ ഏകോപിപ്പിക്കുന്ന ഒരു ഭാര്യയെ ലഭ്യമാകുന്നത് അല്ലാഹു തആല ഒരു പുരുഷന് ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും ഉത്തമയായ സദ്വൃത്തയായ ഒരു ഭാര്യയാണ് കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ അവൻ്റെ ദീനിൻ്റെ പകുതി ഭാഗം കാത്തവനാണ്. ഫല്യത്തഖില്ലാഹ അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിക്കാത്തവർ ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യവും അതാണ്. സ്വാലിഹത്തായിരിക്കണം. അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ലോകത്തില്ല. അപ്പോൾ കല്യാണം കഴിച്ചവർ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആ പെൺകുട്ടിയെ ദീനിൻ്റെ വഴിയിൽ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ മാതൃക എപ്പോഴും നബിയുടെ കുടുംബമാണ്, നബിയുടെ പെരുമാറ്റമാണ്, നബിയുടെ രീതികളാണ്, അവിടുത്തെ സ്വഭാവചര്യകളാണ്, അവിടുത്തെ ഉന്നതമായ കുടുംബപരമായ കാഴ്ചപ്പാടുകളാണ്. അതായിരിക്കണം ഒരു സത്യവിശ്വാസികളുടെ ജീവിതത്തിൻ്റെ സ്വഭാവം, അവരുടെ വഴി അതായിരിക്കണം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും, നമ്മുടെ ജീവിതം ആഹ്ലാദഭരിതമാകും. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നതിലപ്പുറം ഈ ലോകത്തൊരു മനുഷ്യന് വേറെന്ത് സൗഭാഗ്യമാണുള്ളത്? അപ്പോൾ റമളാനിലാണ് നമ്മളുള്ളത്. ഈ റമളാനിൻ്റെ, ഈ നോമ്പുകാലത്തിൻ്റെ, ഈ വസന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദം ഭർത്താവായ പുരുഷൻ ഭാര്യയ്ക്ക് നൽകുന്ന സ്നേഹം, നൽകുന്ന സ്വാന്തനം, അവൾക്ക് നൽകുന്ന കടമകൾ, അവളോട് പാലിക്കുന്ന മര്യാദകൾ, ഇതായിരിക്കണം. അതിൽ അശ്രദ്ധ പുലർത്തുന്നവർ, അത്തരം കാര്യങ്ങൾ താല്പര്യരാഹിത്യത്തോടെ ചിന്തിക്കുന്നവർ, ഈ സംസാരം കൊണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിലൊരു വെളിച്ചമുണ്ടായാൽ അൽഹംദുലില്ലാ, സർവസ്തുതികളും അള്ളാഹുവിന് തന്നെയാകുന്നു. സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും റമളാനായി ഈ റമളാൻ മാറണമെങ്കിൽ കുടുംബജീവിതത്തിൽ നമ്മൾ ആഹ്ലാദമുള്ളവരാകണം. അതിന് നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വഴികൾ സ്വീകരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.